അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ കപ്പ് ഓഫ് ടീ അറ്റ് വർക്ക്. ആദ്യം തന്നെ കുറച്ച് പാലൊഴിക്കാം. ഞാൻ അത്യാവശ്യം നല്ലോണം ഒരു മിൽക്കി ടീ ആണ് ഉണ്ടാക്കണേ. ആദ്യം കുറച്ച് പാലൊഴിച്ചു. ഞാനിവിടെ ചൂടുവെള്ളം ബോയിലറിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ബോയിലറിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അതതിൽ ചേർത്തു. കുറച്ച് മെസ്സി ആയിപ്പോയി അതവിടെ വീണിട്ട് വെച്ചൊക്കെ. എന്നിട്ട് എൻ്റെ ടീ ലീവ്സ് അതിലേക്ക് ഇട്ടു. ആൻഡ് ലെറ്റ്സ് വെയിറ്റ്. നമുക്ക് കുറച്ച് നേരം അത് അവിടെ ഇരുന്നിട്ടൊന്ന് അതിൻ്റെ കളറ് മാറാൻ വേണ്ടി കുറച്ച് നേരം വെക്കണം. കുറച്ചധികം നേരം വെച്ചാലാണ് ഈ ടീ അതിൻ്റെ കളറ് മാറിയിട്ട് എനിക്ക് കുടിക്കാൻ പാകത്തുള്ള ചായ ആയിട്ട് വരുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഇത് വളരെ മിൽക്കി ടീ ആയിട്ടായിരിക്കണം. എനിക്ക് ഇത്ര മിൽക്കി ടീ ഇഷ്ടമല്ല. കുറച്ചും കൂടെ ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ടീ ആണ് വേണ്ടത്. കുറച്ച് നേരം ലെറ്റ് ഇറ്റ് ബ്രൂ അല്ലേ. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അങ്ങനെ എന്താ പറയുക, ചായയുടെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. ഈ ചായ പോലെ എനിക്ക് തോന്നുന്നു ഒരു ടീ സാഷറ്റും കൂടി ഇട്ടാലേ അതൊരു പൂർണ്ണത വരുള്ളൂ എന്ന് തോന്നുന്നു. പറ്റില്ലേ, അത് നിൽക്കുന്നില്ല. അതെങ്ങനെ എടുത്തിട്ട് ആ സമയം കണ്ട് ഇതിലേക്ക് ഇച്ചിരി എന്താ പറയുക, പഞ്ചസാര ഇടാൻ പറ്റുമോ എന്ന് നോക്കാം. ഞാനിപ്പോഴും ഷുഗറൊക്കെ ഇട്ടിട്ടുള്ള ടീ ആണ് കുടിക്കുന്നത്. ഇച്ചിരി സ്പൂണാട്ടോ എടുത്തിട്ടത് ഇല്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരിയും കൂടെ ചേർത്ത് ഇട്ടു. എന്നിട്ട് നല്ലോണം ഇളക്കി. സ്റ്റിൽ അതിൻ്റെ കറക്റ്റ് കളർ കിട്ടിയില്ലേ. എനിക്ക് തോന്നുന്നു ഞാൻ ഒഴിച്ച പാലിച്ചിരി കൂടിപ്പോയിരുന്നു. എനിവേ നമുക്കിത് കുടിക്കാം. ഓക്കെ, ഗെറ്റിംഗ് ബെറ്റർ. ഈസ് ഗെറ്റിംഗ് ബെറ്റർ. എനിവേ അതിന് ഈ ശബ്ദം ഉണ്ടാക്കി ഇളക്കുന്ന അത്ര ഭംഗിയല്ല എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടേക്കാൻ പറ്റുക. എനിവേ വീഡിയോയിലും അത്ര വലിയ രസം ഉണ്ടാവില്ല ഇളക്കി കുടിക്കണമെന്ന് എനിക്കറിയാം. പക്ഷേ എന്തായാലും ഞാൻ നല്ലോണം മധുരമൊക്കെ അതിലങ്ങ് അലിഞ്ഞ് ചേരട്ടെ എന്ന് വിചാരിച്ചു. എനിവേ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഒരു 4 മണി ആകുമ്പോഴേക്കും ഒരു കപ്പ് ഓഫ് ടീ ഒക്കെ കുടിച്ച്. ബിസ്ക്കറ്റിന് ഞാൻ വാങ്ങാൻ മറന്നുപോയി. അപ്പം ഇന്ന് ബിസ്ക്കറ്റ് ഇല്ലാണ്ട് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു.